ഹായ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോവക്ക കൊണ്ടുള്ള 2 വെറൈറ്റി ഐറ്റംസ് ആണ്. 4 മണി ചായക്കൊപ്പം കഴിക്കാൻ കോവക്ക ബജി, പിന്നെ ഉച്ചക്ക് ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ കോവക്ക ഫ്രൈയും. ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബജി തയ്യാറാക്കാം. കോവക്ക കൊണ്ട് ബജി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് ചിലർക്കൊക്കെ ഒരു സംശയം തോന്നാം. എന്നാൽ ഒട്ടും സംശയിക്കണ്ട, നല്ല സൂപ്പർ ടേസ്റ്റാണ്. മുളക് ബജി പോലെ നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിക്കും. കോവക്കയാണ് ഉള്ളിലുള്ളതെന്ന് പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി ടേസ്റ്റി ക്രിസ്പി ബജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കപ്പ് കടലപ്പൊടിയും 1/4 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇതൊരു പാകം എരിവുണ്ടാവും. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഒരു നുള്ള് പെരുംജീരകം പൊടി ചേർക്കണം. പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല കട്ടിയുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് വേണം നമുക്ക് മാറ്റിയെടുക്കാൻ. ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ മാവിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ളൊരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇത് നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്ത് നമുക്ക് കോവക്ക തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഇതാ ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആവാനുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതാ കറിവേപ്പില ഞാൻ നന്നായിട്ട് പൊടിയായി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇത് ചേർത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആ 5 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ കോവക്ക സ്ലൈസ് ചെയ്തെടുത്തത്. ഇതാ ഇതുപോലെ കട്ടിയില്ലാത്ത കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. കട്ടി കൂടിപ്പോയാൽ നമ്മുടെ ബജി വെന്ത് കിട്ടാൻ പ്രയാസമാവും. അതുകൊണ്ടാണ് കട്ടിയില്ലാത്ത കഷ്ണങ്ങളാക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഓരോ കോവക്ക സ്ലൈസും ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാൻ പറ്റും. കോവക്ക നമ്മൾ തിന്നായിട്ടാണ് കട്ട് ചെയ്തതെങ്കിലും വേവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള കഷ്ണങ്ങളാണ് നമ്മൾ എടുത്തതെങ്കിലും കണ്ടില്ലേ, നല്ല ഉരുണ്ട് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബജി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതുപോലെ കോവക്ക ഫ്രൈ ചെയ്തെടുത്താൽ. എൻ്റെ കയ്യിലുള്ളത് നല്ല മുഴുത്ത് ഉരുണ്ട കോവക്കയാണ്. അതുകൊണ്ട് 4-5 കോവക്ക കൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് നിറയെ ബജി തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിലുണ്ടായ കോവക്കയാണ്. ഓർഗാനിക്കാണ്. ഒരുപാട് കോവക്ക കൊണ്ടുവന്നിരുന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായ 2 റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഏകദേശം മുളക് ബജിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ആ ഒരു മുളകിൻ്റെ ഒരു എരിവില്ലാന്നേ ഉള്ളൂ. നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടിരിക്കുന്ന നമ്മുടെ ബജിയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. നമ്മുടെ കോവക്ക ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കോവക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരല്പം കറിവേപ്പില പൊടിയായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയുമാണ് നമ്മൾ ഈ കോവക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിക്കോളും. കോവക്കയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മീൻ പൊരിച്ചതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ കോവക്ക ഇങ്ങനെ ഇതുപോലെ പൊരിച്ചെടുത്താൽ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇങ്ങനെ. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നാലേ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ കിടന്ന് മൊരിഞ്ഞോട്ടെ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് മൊരിഞ്ഞ് പാകമായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ കോവക്ക ഉണ്ടാവുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി കോവക്ക ഫ്രൈ. ഇന്നത്തെ കോവക്ക കൊണ്ടുള്ള 2 റെസിപ്പീസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇനിയും ഒരുപാട് കോവക്ക ബാക്കിയുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഏതൊക്കെ റെസിപ്പീസാണ് ഇനി കോവക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ടേ.